മരമല്ലേ ഇതില്ല പച്ച മരം കത്തണ്. അയ്യോ മൊത്തത്തിൽ കത്തണ്. Hello guys, welcome back to my channel. So welcome back to yet another vlog. ഇന്ന് നമ്മളൊരു വ്ളോഗുമായിട്ടാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. ബിക്കോസ് ഇന്ന് നമ്മളൊരു മിനി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ദിവസം കണ്ട ഗൈസ് ഞാൻ ഇന്നലെ അയച്ചതായി കൊള്ളാവോ. ഞാനും ആ ട്രെൻഡിലോട്ടങ്ങ് ചേർന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു 1 day ട്രിപ്പിന് പോവുകയാണ്. സോ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവിടേക്കും പോകും, ഇനി നേരെയുള്ള പേര് പറയത്തില്ല. സോ 1 day ട്രിപ്പ് ഉണ്ട്. 2 families, മൈ ഫാമിലി ആൻഡ് ചേച്ചീസ് ഫാമിലി. സോ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പം ടൈം ഇസ് 8:30, ഷാർപ്പ് 8:30 ആയി. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നിങ്ങളും എൻ്റെ വ്ളോഗിൽ വരൂ, അപ്പം നമുക്ക് പോവാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു മീറ്റിംഗ് പോയിന്റിൽ അവരെ മീറ്റ് ചെയ്യും. യെസ്, മാമി അമ്മേനെ കാണിച്ചു തരാം. ഭയങ്കര സുന്ദരിയായി ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട്. ഞാൻ അമ്മേൻ്റെ അത്രയായി. നമുക്കിനി പോയി കാറിൽ കയറാം ഗൈസ്. നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. ഓക്കെ, ശരി. Mommy eating plain dosa. ഞങ്ങളുടെ ഫുഡ് എത്തി ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടൽ അക്ഷയം ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ പൂരി സെറ്റായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ നമ്മൾ മമ്മി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു, കഴിക്കില്ല. നമുക്കിനി നേരെ യാത്രയിലോട്ടാണ്. ലെറ്റ്സ് ഗോ. ബ്ലോഗിക്ക് 10 പേര് കിട്ടി. 10 പേര് ഇല്ല, 8 പേര് അല്ല, 8 അല്ലേ 7 പേര് അല്ലേ എല്ലാവരും. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ ചേച്ചിയും ഫാമിലിയും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്. വെയിറ്റ് ചെയ്യാവുള്ളൂ ഗൈസ്. ചെയ്യാൻ നമ്മളാണ് ഫസ്റ്റ്. ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും ലേറ്റസ്റ്റ് വരും എന്ന് പറയുന്നവര്. എൻ്റെ മൊബൈൽ ഗൈസ് പേടിക്കണ്ട, അമ്മയ്ക്ക് പണിയില്ല, അമ്മ ചുമ്മാ ഫോൺ വെച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പം അമ്മയ്ക്കും അപ്പനും കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന്. അപ്പൊ നമ്മൾ അവര് ഞങ്ങളുടെ യാത്ര പഴകുറ്റി ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അളിയനെയും ഫാമിലിയും കാത്തു കിടക്കുന്നു. അവരിതെത്താറായി വരുന്നു, എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരവിടെ നിൽക്കുന്നു. സോ ഗൈസ്, അപ്പം നമ്മളുടെ വെയിറ്റിംഗ് ഇസ് ഓവർ. അവരെത്തിക്കഴിഞ്ഞു. ബാക്കിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, അപ്പം യെസ്, ഇനി നമുക്ക് എന്താണ് ഡെസ്റ്റിനേഷനിലോട്ട് പോകും. എവിടെയാന്ന് പറഞ്ഞോളാം. അമ്മയുടെ പഴക്കുറ്റിയും പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം മാമനും അത്തയും ചേച്ചിയൊക്കെ ബാക്കില് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തി ഇരിക്കുന്നു, കണ്ടു. ബാക്കിൽ കാണുന്ന ആ കാർ തന്നെയാണ്, അത് തന്നെയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മീറ്റ് ആക്കിയിരിക്കുന്നു. അത്ത ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കണേ അത്ത. ഫ്രണ്ടില് നമ്മൾ എക്സ്ചേഞ്ച് ആയി കാറ്. അപ്പനും അമ്മയും ആ കാറിൽ പോയി, നമ്മൾ മാമന്റെ കാറിലെത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ചേച്ചിയാണ് ഗൈസ്. ഓഫ്, പഠിച്ചോ. മാമനെ ഞാൻ ഈ കണ്ണാടി കൂടെ കാണിച്ചു തരും. മാമാജി കണ്ണുകൾ കണ്ടോളൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ. വാവ്, ഒടുക്കത്തെ ഗൂഗിൾ മാപ്പ്. വാവ്. ഓക്കെ അമ്മച്ചി, താങ്ക് യു.
ഗൈസ് നമ്മൾ എവിടെ എത്തി? നമ്മളിപ്പോ കല്ലട കുളത്തുപുഴ കല്ലട ഇറിഗേഷൻ പ്രോജക്ട്. Yes, come on, let's go. ഗൈസ് ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ കൂടെ നടക്കാൻ പോകുകയാണ് ഗൈസ്. മണ്ടയടിച്ച് വീണാ തീർന്ന് അവിടെ കിടക്കും. ശിവനെ, ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെ പോവും? ഇങ്ങനെയൊന്നും അല്ലടാ. നമുക്കിന്ന് പോണ്ടേ? അവിടെ ഒരാള് സ്റ്റക്കായി, അവിടെ നിന്ന് അനകണ്ടാന്ന്. നടക്ക്. ഓഫ്, അവിടെ എല്ലാം ഇറങ്ങി പോയി കേട്ടാ. ഇറങ്ങ് എടാ, ഇറങ്ങ്. ചുമ്മാ അങ്ങനെ ആർച്ച് കയറി പോ. അവിടെ നിന്ന് ഒരുത്തൻ മുള്ളിട്ട് ഓടി വരുന്നുണ്ട്. TMT സ്റ്റീൽ ബാർസ് കാറ്റത്താടില്ല. ഇവിടെ ഒരാള് പെട്ട് ചത്തി എത്തി 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 പോ. അവിടെ ഒരാൾ പേടിച്ച് വരണ്ടെന്ന് പറഞ്ഞിപ്പുണ്ട്. ബാക്കിലോട്ട് ഓടെ റിവേഴ്സ് ഗിയർ. ഒരു കൈ തന്നെങ്കിൽ സപ്പോർട്ടിന് ഇവിടെ ഇറങ്ങാൻ പറ്റും. അയ്യോ, എന്നെ എന്തിനു പിടിക്കണേ ഇനി? എനിക്ക് സീനില്ല. ശിവനേ. റെഡി, 1 2 3. ഞാൻ എന്താ പോണ? ഞാൻ ആര് കണ്ടാ? സൂപ്പർ സീനാണ് കണ്ടാ. പോണി മണ്ടടിച്ച് വീഴാത്ത ദൈവം സഹായിച്ചു. സക്സസ്ഫുള്ളി ഗൈസ് ഞാൻ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ അപ്പ അവിടെ നിന്ന് വാ. തകടും 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 തകടും. ഗൈസ് ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ട ഒരാൾ വീഡിയോ എടുത്തു. അവിടെ ഒരാൾക്ക് ഫോട്ടോ എടുക്കണമെന്ന്. അതിന് ഞാൻ തന്നെ വേണം, വേറെ ആരെയും കിട്ടിയില്ല. എനിക്ക് ആരുടെ അടുത്ത് ഒറ്റൊരു മനുഷ്യയില്ല. വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ സ്ഥലം. ഫോട്ടോ എടുക്കാനൊക്കെ കൊള്ളാം. പക്ഷെ ബാക്കിലത്തെ ബാക്കിലത്തെ സംഭവം നേരെണ്ണം കാണാൻ പറ്റും ഇവിടെ. ഐ മീൻ ഹിയർ. ഓക്കെ, ഇനി തിരിച്ചു കയറണം. അതൊരു പണിയാണ്. ഓ, എവറസ്റ്റ് അല്ല ഇത്, അതുക്കും മേലെ. ഇവിടെ ഒരാൾ അവിടെ നിന്ന് തുഴയണതുണ്ട്. അവിടെ സ്ലൈഡ് തുഴഞ്ഞു കഴിഞ്ഞു വരും. തിരിച്ചെങ്ങനെ പോകും ചേച്ചി? തിരിച്ചെങ്ങനെ പോകും? അതാണ് അവിടെ ഒരാൾ ഒളിച്ച് നിപ്പുണ്ട് കണ്ട. വരാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ഇത് കേറണം എന്റെ ദൈവമാണ്. ആ കേറിയിട്ടൊക്കെ ഗൈസ് അറ്റ് ലാസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നു ഗൈസ്. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് കയറി വന്നത്. എനിക്ക് മാത്രം തൻ്റെ പോളൂ. എന്ത് ചെയ്യാനാ? അവിടെ ഒരാൾ നിപ്പുണ്ട്. ക്യൂ ആണ് ഗൈസ്, അനങ്ങാൻ വയ്യാതെ. ഗൈസ് അങ്ങനെ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ അല്ലേ? അടുത്ത ഡെസ്റ്റിനേഷൻ ഗൈസ്. ഇവിടെ ഒരാൾ മരം കയറി, എവറസ്റ്റ് കയറി, ഹിമാലയ കയറി കയറിയൊക്കെ പറഞ്ഞുണ്ട്. ഇവിടെ ഒരാൾ കയറിക്കൊണ്ടിരിക്കുന്നു ഹിമാലയ. ഇവിടെ ഒരാൾ തുഴഞ്ഞിട്ട് വന്നിരിക്കുക. തുഴഞ്ഞു കഴിഞ്ഞാ യെസ് തുഴഞ്ഞു. എന്താ അവിടെ വാ ഗൈസ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. ഗൈസ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഏത് സ്ഥലവും ഞാൻ ചോദിച്ചിട്ട് പിന്നെ പറയാം. ഇവിടെ നമുക്ക് ഒട്ടും വെയിലില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും വെയിലില്ലാത്ത സ്ഥലമാണ് ഈ സ്ഥലം. ബ്യൂട്ടിഫുൾ ക്ലൗഡ്സ്. കണ്ടോ ഗൈസ്, ഇവിടെ ഒട്ടും തന്നെ വെയിലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തുപ്പി വാങ്ങിച്ചു.
കണ്ടോ ഗൈസ്, ബ്യൂട്ടിഫുൾ കപ്പിൾസ് നടന്നു വരികയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു മരണ സാധനം, കുരിപ്പ്. ഇത് നോക്ക്, ഏതാ പൊളി ആംഗിള്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവിനെ കാത്തു നിൽക്കുന്ന ഒരു അമ്മേനെ അല്ല. ഭർത്താവ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. ഇവിടെ സിംഗിൾ, ഇവിടെ ക്യാൻഡിഡ് വേണോന്ന്, ഇവിടെ ക്യാൻഡിഡ്. ഷോ, ഒടുക്കത്തെ ക്യാൻഡിഡ് ആയി. വൈ നോക്കി ബ്യൂട്ടിഫുൾ കപ്പിൾസ്. ഓ മൈ ഗോഡ് ഗൈസ്, എന്നെ ഇവിടെ ടച്ചപ്പ് മാൻ ആക്കി. ഇവിടെ ബാഗും തൂക്കി. ഇതാണ് എന്നെ പരിപാടിക്ക്. ഇപ്പം അവര് ഭാര്യ ഭർത്താവും കൂടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം. എന്നെ തള്ളി വിട്ട് കണ്ട ബ്ലഡി ഡാഡ്. ചേച്ചി പൊളി വ്യൂ ഗൈസ്. ഞാനിവിടെ നിന്ന് ചിക്കൻ 65 സെറ്റാണ്. നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട്. എനിക്കിപ്പോ വന്നൊരു നാണോ ഇല്ലാതിരിക്കുകയാണ്. എനിക്ക് എന്നെ തുടങ്ങി ഇവിടെ നിന്ന് എങ്ങനെ വ്ളോഗ് എടുക്കുന്നു. ഫുള്ള് ഫോട്ടോഷൂട്ട് ഗൈസ്. ദോ പോണ ഗൈസ്, ടാറ്റാ. തിരിച്ചു വരല്ലേ, പൊക്കോ. ഇനി വേറൊരാൾക്ക് ഫോട്ടോഷൂട്ട് എടുക്കണോ? അതെ, ലിറ്ററിൽ ഒരു കൊലയും കയറിയിരിക്കുന്നവനുണ്ട്. എന്നെ കൊണ്ട് ആർക്കും ഫോട്ടോഷൂട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ മല പോലെ നിൽക്കുന്നു. എന്തിനടി വെറുതെ. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒട്ടും തന്നെ ചൂടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഐക്രീം കുടിക്കുന്നു. ഐക്രീം വേണല്ലേ? പോവാം. മനു ഇങ്ങോട്ട് വാ. തെന്മല ഡാം അവിടെ എവിടെയാണ് നമ്മൾ നിന്നത് നേരത്തെ. തെന്മല അവിടെയാണ് നമ്മള് പോയത്. ഐസ്ക്രീം കഴിച്ചോണ്ട് അച്ഛനും അമ്മയും മനു വേറെ കാറിൽ പോയി. ഞങ്ങൾ 3 പേര് ഈ കാറിൽ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. എവിടെയാണ്? പാലരുവി. നല്ല പേര്, പാലരുവി വാട്ടർഫോൾസ്. നമുക്ക് നടക്കാം. നല്ല സ്ഥലം. ഇവിടെ കൊള്ളാല്ലേ? മമ്മി ബൈ ബൈ. ഐസ്ക്രീം നമ്പർ 2 തലമുടിയിൽ പെട്ടത്. നമ്മളിപ്പോ എക്കോ ടൂറിസം കാണാൻ പോവാം. ക്യൂ. ഇവിടെ എന്തിനാ പോസ്റ്റ് അടിച്ചു വരിക? അതാണ് അപ്പൊ റൊമാൻസ് ചമ്മി ചമ്മി മായി നോക്കിയ അപ്പൊ നമ്മള് ടൂറിസ്റ്റ് എന്തോന്ന് പറയുന്നത് എക്കോ ടൂറിസം. പാലരുവി എക്കോ ടൂറിസത്തിൽ പോകാൻ വേണ്ടി ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ്.
ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചു പണി ഒന്നുമില്ല. സോ ഗൈസ്, അപ്പം നമ്മൾ അകത്ത് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് മമ്മി കണ്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. പാലരുവി വാട്ടർഫോൾസ്. ഏയ് പോളീസാണ് ഇതേ ഓടുന്നു. ആറത് പേടിക്കണ്ട. ഡാഡിയാ നമുക്ക് ഓടാം. ബാ, ഇവിടെ രണ്ടുപേരുണ്ട്. എന്തിനാണോ എന്തോ. കിടിലം വ്യൂ അല്ലേ? പോളീസായ ഫോട്ടോഗ്രാഫർ ഫാദർ. അപ്പൻ എപ്പോഴും ഭയങ്കര പെർഫെക്ഷൻ നോക്കി എടുക്കാറുള്ളൂ അല്ലേ അപ്പ? നോ മൈൻഡ്. സൂപ്പർ ഏരിയ കേട്ടോ. വരുന്ന വഴിയൊക്കെ പൊളി. എൻ്റെ കുടുംബക്കാർ കുറേ ഉണ്ടായിരുന്നു, കുറേ കുരങ്ങന്മാർ. എന്നെ പിടിച്ചോണ്ട് പോകത്ത നന്നായി. ടാനായി ഗൈസ് മുഖം. സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ല, വീട്ടിലില്ല. ഫുൾ ടാനായി. വ്ളോഗ് എടുക്കുകയാണ്. പിണങ്ങി എൻ്റെ ചേച്ചി. എന്താ പിണങ്ങി? പ്രളയല്ലേ? ഫുള്ള് ഫോട്ടോ. ഏതാ അവിടെ നോക്കിയ സെൽഫി, ഇവിടെ നോക്കിയ സെൽഫി. എന്നെ സെൽഫിയുടെ കൊച്ചൊരു മനസ്സിന്. ഈ കാഴ്ചകൾ റയറാണ്. റയർ കാഴ്ച. ഏതാ നോക്ക്, രണ്ടെണ്ണം കൂടെ നടന്നു പോണത്. എന്നെ ഒന്നും വേണ്ട. നാടാ 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 നോക്കല്ലേ നാടാ. ഏതാ? അതെ, ഏതാ? നല്ല രസമുണ്ട് ഗൈസ്. കണ്ട പൊളി പൊളി. ഇടക്കിടക്ക് എന്താ രസം ഇവര് നടന്നു വന്നാ കാണാൻ. അപ്പൊ പാലരുവി ചെക്ക്, പാലരുവി വാട്ടർഫോൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല വ്യൂ ആയിരുന്നു. ഇനി അടുത്ത് നമ്മൾ എവിടെ പോകുന്നത്? ഫുഡ് കഴിക്കണം. ഇത് എത്ര മണിയായി ഇപ്പം? 2:30 ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡ് അടിക്കണം. സോ നമുക്ക് ഇനി ഫുഡ് അടിക്കണം. ആള് മാറി സീറ്റ്. രണ്ടുപേരും ഫ്രണ്ടിൽ പോയിരുന്നു. ഫുഡ് കഴിക്കാം ഗൈസ്, ഫുഡ് കഴിക്കാം. കൊണ്ട് തന്നെ നമ്മൾ ഒരു സോഡ നാരങ്ങ വെള്ളം, സോഡ സർബത്ത് കുടിക്കാൻ വിചാരിച്ചു. നമുക്ക് പോയാലും കുടിച്ചിട്ടൊക്കെ വരാം. അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതേ കൊള്ളാവും. ഒരു സുഖം, നല്ല സുഖം. സ്റ്റുപ്പിഡ് ആൻറ്റി അന്ന് അറിഞ്ഞൂടാ. കുടി സൗണ്ട് കൂട്ടും. നോക്ക്, നേരത്തെ പോയ സ്ഥലത്ത് സൺഫ്ലവർ കാണാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അടുത്ത് എവിടെ പോണത്? അസുരണ്ടൈ. ചെന്ന് കയറി കൊടുക്കാം. അവിടെ എന്തിരിക്കണം നോക്കാം. നമ്മൾ ചുറ്റലെന്ന് വെച്ചാൽ നമ്മൾ ഒന്നൊന്നും ചുറ്റി. എനിക്ക്
വീഡിയോസ് ചെയ്യാനല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. കാണാം. നല്ല കാറ്റ്. നമുക്കിനി സൺഫ്ലവറിൽ പോസ്. ഗോഡ് നല്ല രസമുണ്ട്. അതല്ല ഏരിയ അമ്മ വിജനതയിൽ പാതി വരെ എന്നെ അച്ഛനും അനിയനും അവിടെ അകത്ത് പോയി. പക്ഷെ ഞാൻ പോയില്ല. എന്നെ കൊണ്ട് പോയതാരും എന്നാരും വിളിച്ചത്. ഞാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ കാലത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകും നോക്ക്. സോ ഗൈസ്, നമ്മളിവിടെ ഇത് കഴിഞ്ഞു. വന്നപ്പോഴത്തേക്ക് അച്ഛൻ ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നിറങ്ങി. യെസ്, ഇനി നമ്മൾ തിരിച്ച് എവിടെയാണ്, ഇനി വേറെ എവിടെയോ പോകുമോ അത് നേരെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. അപ്പം ഇവിടെ നല്ല വ്യൂ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾ വന്ന് നോക്കുക കേട്ടോ, നല്ല സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ സൂക്ഷിച്ച് കയറാം. ദാറ്റ്സ് ഇറ്റ്. കാരണം വീഴാനുള്ള സാധ്യതകൾ ഒരുപാടാണ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക്. സോ സൂക്ഷിച്ച് കയറുക. ആൻഡ് വെളിയിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇറ്റ്സ് ഗുഡ്. സോ ബി കെയർഫുൾ. ആൻഡ് ഇവിടെ നല്ലൊരു സ്ഥലമാണ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. യെസ്, രാത്രി ആയതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾ പേടിക്കരുത്. സൗണ്ട് വിട്ട് മേഡം. ഓ, ഭയങ്കര അകത്തത്. അങ്ങനെ നമ്മളിവിടെ എത്തി. കുട്രാളം വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എടുത്തി. നെക്സ്റ്റ് യെസ്, ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ കടകൾ. എൻ്റെ കണ്ണിയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. നല്ല രസമുണ്ട്. ഐ മീൻ അകത്തോട്ട് അല്ല, കട കാണാൻ നല്ല രസമുണ്ട്. അപ്പം സൺഫ്ലവർ ഗാർഡനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് കാണിക്കുന്നത് ഞാൻ പോണിട്ടേറ്റ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ കടകൾ. എനിക്ക് ആ പ്രിങ് സാധനം വേണം. അവൻ്റെ കാതിൽ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാത് പൊങ്ങിയെടുത്തിട്ട് ഈ സാധനം യു സി. യെസ്, ദിസ് സാധനം. പക്ഷെ എനിക്കത് വാങ്ങിച്ചു തരുമെന്ന് എനിക്ക് തോന്നിട്ട്. ഹാ ഹാ ഹാ. ഇല്ല അതാ ഇപ്പിടി എടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തോ തെങ്കാശി കുട്രാളം ഐ മീൻ കുട്രാളം വാട്ടർഫോൾസ് കണ്ടു. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു ഗൈസ്. കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ മേടിച്ചു. ആൻഡ് ചെയ്യാം, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് അതൊക്കെ മേടിച്ചു. ചേച്ചി എല്ലാവരും വാങ്ങിച്ചു, എൻ്റെ അമ്മയും വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു. സോ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിരിയുകയാണ് ഗൈസ്, പിരിയുക. ബൈ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പൊറോട്ട, സാലന, സംതിങ്. ഇറ്റ് വാസ് സോ ടേസ്റ്റി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ്
അതിനുശേഷം നമ്മളിപ്പോൾ തിരിക്കാൻ പോവാണ്. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയോ അവിടെ വെച്ച് തന്നെ ഞാൻ ലൈക്ക് ഷിഫ്റ്റ് ആവും. ഈ കാറിൽ നിന്ന് അപ്പുറത്തെ കാറിലോട്ട് പോയി ഞങ്ങൾ അതെ ഞങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് രണ്ടുപേര് രണ്ട് വഴിക്ക് പോകും. ഞങ്ങൾ ട്രിവാൻഡ്രം, അവർ എന്താണ് കുലശേഖരം ആ റൂട്ടിലോട്ട് പോകും. സോ ഇപ്പം ഞാൻ കാറിൽ കയറാൻ പോവാണ്. കാറിൽ കയറിയിട്ട് വല്ല വിശേഷമുണ്ടെങ്കിൽ കാണിക്കാം. സോ ഗൈസ് ഇപ്പം എത്ര മണി? 12:35. വാവ്, 12:35 ഗൈസ്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ കുറേ കാടുകളും മലകളും താണ്ടി പഴകുറ്റിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഞാനിവിടെ എക്സ്ചേഞ്ച് ഓഫർ ഈ കാറിൽ നിന്ന് എന്നെ എടുത്തെറിയും, തള്ളി പുറത്താക്കും ഗൈസ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോണം ഗൈസ്. ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. യെസ്, ഞാൻ കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചാടി അങ്ങനെ അവസാനം ഞാൻ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ചായ ഒന്നും വേണ്ട. കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എത്തത്തില്ല, പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ നേരത്തെ എത്തൂലേ വീട്ടില്? എല്ലാം കണക്കാം. ഇവിടെ എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് ടൈം കുറവ്, ഞങ്ങൾക്ക് കുറച്ച് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അയ്യോ പോയി സംതിങ് ഓക്കെ. അപ്പം കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താം. നാളെ സ്കൂളുണ്ട് ഗൈസ്. പക്ഷെ ഇനി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. ഭയങ്കര ക്ഷീണം, എല്ലാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം. അപ്പം വ്ളോഗ് ഞാൻ വീട്ടിൽ എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് നോക്കാം, സമയം വരട്ടെ. ടാറ്റ ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പിഴിയുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾ ട്രിവാൻഡ്രം എൻ്റെ അമ്മയുടെ പേടിക്കണ്ട, ഇടാ കോമഡി ആയിരിക്കും, അത് പ്രൊമോയിലിടാ. അപ്പം ഇവിടെ തമിഴ്നാട്, ഞാൻ കേരള. അപ്പം ഞങ്ങൾ രണ്ടുപേരും പിരിയുകയാണ് ഗൈസ്. ബൈ ബൈ. ഞാൻ ഇവിടെ വെച്ച് എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നത്. വീട്ടിൽ പോയി എനിക്ക് ഫ്ലാറ്റ് ആവാം. So guys, till then, take care, stay tuned for another video. Tata, like, share and subscribe. Bye bye.